പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് മീൻ വിഭവങ്ങൾ കഴിച്ചതിനു പിന്നാലെ കൊല്ലം സ്വദേശികളായ 2 പേർ മരിച്ചതിൽ പരിശോധനയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പും പോലീസും. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സാമ്പിളുകൾ ശേഖരിച്ച് തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലാബിലേക്ക് പരിശോധനയ്ക്കായി അയക്കും. ഫോറൻസിക് പരിശോധനയ്ക്കായി സാമ്പിൾ എടുത്തു നൽകാൻ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരോട് പോലീസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. MJ പ്രതീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. MJ പ്രതീഷ്, ഇത് അലർജി കൊണ്ടാണോ മരണം സംഭവിച്ചത് റഷീദയ്ക്കും ഷാജിക്കും, അതല്ല ഭക്ഷ്യവിഷബാധയാണോ എന്നതിൽ ഒരു അന്തിമ തീരുമാനം എത്തണമെങ്കിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ വരണം. അതിനുവേണ്ടി പോലീസും ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പും സാമ്പിളുകൾ ശേഖരിക്കുകയാണ്. അരുൺകുമാർ, തീർച്ചയായും വിഴിഞ്ഞത്തുനിന്ന് ഈ മത്സ്യവിഭവങ്ങൾ കഴിച്ചതിന് പിന്നാലെ 2 പേരുടെ മരണം സംഭവിച്ചു എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. ഇതിൽ വളരെ വിശദമായി ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണമാണ് പോലീസും ഭക്ഷ്യ സുരക്ഷാ വകുപ്പും നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ന് അല്പസമയത്തിനകം തന്നെ ഈ ഹോട്ടലിലെത്തി ഈ ഭക്ഷ്യ സാമ്പിളുകളുടെ പരിശോധന, സാമ്പിളുകൾ ശേഖരിക്കാനാണ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ തീരുമാനം. സാമ്പിളുകൾ ശേഖരിച്ച ശേഷം അത് തിരുവനന്തപുരത്തുള്ള പബ്ലിക് ഹെൽത്ത് ലാബിൽ പരിശോധനയ്ക്ക് അയക്കും. ഈ പരിശോധനയിലൂടെ ഈ മരണത്തിലേക്ക് നയിച്ചത് അലർജിക് റിയാക്ഷൻ ആണോ അല്ലെങ്കിൽ ഈ ഫുഡ് പോയിസൺ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരും. ഈ ഒരു ഗൗരവമുള്ള കേസായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പരിശോധനാ ഫലം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിനുള്ളത്. അതിനൊപ്പം പോലീസിന്റെ പരിശോധന, അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. ഫോറൻസിക് പരിശോധനയ്ക്ക് സാമ്പിളുകൾ എടുത്തു നൽകാൻ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരോട് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പോലീസ് ഫോറൻസിക് ലാബിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തും. അല്പസമയം മുമ്പ് ഈ ഗുരുതരാവസ്ഥയിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന സജിമോളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. തുടർ ചികിത്സ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരിക്കും. ഇവർക്ക് 3 പേർക്കും അലർജിയുടെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നതാണ് നിലവിൽ ബന്ധുക്കൾ പറഞ്ഞിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള തുടർ നടപടികളായിരിക്കും പോലീസും ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പും സ്വീകരിക്കുക. പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്.